പ്രിയപ്പെട്ടവരെ, എന്താണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഹോർമുസ് കടലിടുക്കിലെ റൂട്ടുമായി ബന്ധപ്പെട്ട തർക്കം? അതായത് ഇറാൻ നിശ്ചയിച്ച ഭാഗത്തുകൂടെ മാത്രമേ കപ്പലുകൾക്ക് നീക്കം നടത്താൻ പാടുള്ളൂ എന്നാണ് ഇറാൻ പറയുന്നത്. അല്ലാത്ത പക്ഷം ആ കപ്പലുകൾ ആക്രമിക്കപ്പെടുമെന്നാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ലൈൻ ഇത് ഒമാനിന്റെയും ഇത് ഒമാനാണ്. അതേസമയത്ത് ഇപ്പുറത്ത് ഈ ഭാഗം UAE ആണ്. ഈ ഒമാനിന്റെ ഏതാനും ഭാഗങ്ങൾ ഹോർമുസ് കടലിടുക്കിന്റെ ഇവിടെയാണ്, ഈ ഒരു അറ്റത്താണുള്ളത്. അതേസമയത്ത് തൊട്ടടുത്ത ഭാഗം ഇറാനുമാണ്. അതുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് ഇവിടെ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നിയമപ്രകാരം സാധാരണ രീതിയിൽ വരുന്ന കടലിന്റെ ആ രാഷ്ട്രത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഏതാനും കിലോമീറ്ററുകൾ ആ രാഷ്ട്രത്തിൻ്റെതാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ മാത്രം എന്തുകൊണ്ട് അന്താരാഷ്ട്ര കടൽ മേഖലയായി മാറുന്നു എന്നാണ് ഇറാൻ ചോദിക്കുന്നത്. ഇത് ഞങ്ങളുടെ ടെറിറ്ററിയാണ്, ഈ ഭാഗത്തുള്ള കടലിന്റെ അവകാശം ഞങ്ങൾക്കുള്ളതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ വരുമ്പോൾ തന്നെ 50% മാത്രമാണ് ഇറാന് ലഭിക്കുക. ബാക്കിയുള്ള 50% ഇവിടെ ഈ ഒമാനിനായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ഒമാനുമായി ചർച്ച നടത്തുന്നു. മാത്രമല്ല, അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കപ്പലുകൾ നീക്കം നടത്തുന്നത് ഈ ഒമാനിന്റെ ഈ ഭാഗത്തുകൂടെ ആകാൻ പാടില്ല എന്ന് ശക്തമായ രൂപത്തിൽ പറയുന്നത്. കാരണം ഈ ഭാഗം ഒമാനിന്റെ അധീനതയിൽപ്പെട്ടതാണ്. ഒമാന് പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഫീസ് നൽകേണ്ടി വരില്ലല്ലോ. അതേസമയം ഇറാനാണ് ഫീസ് വേണം, സർവീസ് ഫീസ് വേണം എന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തുകൂടെ പോകുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഇറാൻ അവകാശപ്പെടാൻ കഴിയില്ല, ഒമാൻ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താതെ. അതേസമയം ഇറാന്റെ ഭാഗത്തുകൂടെ തന്നെ കപ്പൽ നീക്കം നടത്തണം, ഫീസുകൾ നൽകുകയും വേണം. ഈ ഭാഗത്തുകൂടെ നീങ്ങിയാൽ ആക്രമിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ അതിന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാൻ ഒമാനുമായി ശക്തമായ രൂപത്തിലുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിൽ 50% ഒമാനിനും അതുപോലെ തന്നെ 50% ഇറാനും വിഹിതം വെക്കുക എന്നതാണ് ചർച്ച. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു ഭാഗത്ത് ഭീഷണിയുമായി നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കുക എന്നാണ് എനിക്കറിയാൻ കഴിയാത്തത്. കാരണം യുദ്ധത്തിന് മുമ്പ് ഇവിടെ ഒരു ഫീസും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒമാനും ഇറാനും തമ്മിൽ ചർച്ച നടക്കുന്നത് എത്ര വെച്ച് വിഹിതം വെക്കണം എന്ന കാര്യമാണ്. ഈ യുദ്ധത്തിൽ ആരാണ് നേട്ടമുണ്ടാക്കിയത് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിലൂടെ പുതിയതായി ഒന്നും നേടാനായില്ല, പക്ഷെ ഇറാൻ പലതും നേടി എന്നത് വസ്തുതയാണ്. മാത്രമല്ല, ലോകത്ത് ഇറാന്റെ സ്ഥാനം, അതായത് ഇറാന്റെ സൈനിക രംഗത്തുള്ള സ്ഥാനം വർദ്ധിച്ചു. ഇറാൻ ഒരു സൂപ്പർ പവർ ആകുന്നു എന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ 50-50 എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ ഇറാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഈ ചർച്ചയിൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒമാനുമായുള്ള ചർച്ചയിൽ പകുതിയും എന്ന് പറയുമ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ ഗൾഫ് കടലിലേക്ക് ഏതൊരു കപ്പൽ കടക്കുകയാണെങ്കിലും അത് ഇറാന്റെ മേഖലയിലൂടെ, ഇറാന്റെ ഭാഗത്തുകൂടെ ആയിരിക്കണമെന്നാണ്. കാരണം അപ്പോഴാണ് ഇറാന് ആ കപ്പലുകളെ നിയന്ത്രിക്കാനും തന്റെ ശത്രുക്കളായ കപ്പലുകളാണെങ്കിൽ അവരെ തിരിച്ചുവിടാനും അല്ലാത്തതാണെങ്കിൽ അതിന് ഫീ ഏർപ്പെടുത്താനും എല്ലാം കഴിയുക. അതേസമയം തിരിച്ചു വരുന്ന കപ്പലുകൾക്ക് ഒമാനിന്റെ ഭാഗത്തുകൂടെ പോകാം, പക്ഷെ എല്ലാ കപ്പലുകൾക്കും പറ്റില്ല, ഏതാനും കപ്പലുകൾക്ക് പോകാമെന്നാണ്. എന്നാൽ ഇവിടെ നിന്ന് ഈടാക്കുന്ന സർവീസ് ഫീ അത് പകുതിയും വിഹിതിക്കും എന്നതാണ്. ഇവിടെ പ്രധാനമായും ഇറാന്റെ മുന്നിലുള്ളത്, നിയന്ത്രണം നടത്താൻ പൂർണ്ണമായും ഒമാന് സാധിക്കുകയില്ല. ഒമാനിനെ അമേരിക്ക ഭീഷണിപ്പെടുത്തും, അതിൽ വഴങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ കപ്പലുകൾ ഏത് കടക്കുന്നുണ്ടെങ്കിലും അത് ഇറാന്റെ ഭാഗത്തുകൂടെ ആയിരിക്കണം. തിരിച്ചു പോരുമ്പോൾ അത് ഇറാൻ നിശ്ചയിക്കുന്ന ഏതാനും കപ്പലുകൾക്ക് ഒമാനിന്റെ ഭാഗത്തുകൂടെ പോരാമെന്നാണ്. ഈ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇറാനും ഒമാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ യുദ്ധത്തിൽ അവരുടെ ഇറാന്റെ ന്യൂക്ലിയർ റിയാക്ടറുകൾ തകർക്കാൻ സാധിച്ചിട്ടില്ല, അവരുടെ മിസൈൽ സംവിധാനം തകർക്കാൻ സാധിച്ചില്ല. ഏതാനും ചില പാലങ്ങൾ തകർത്ത് സായുജ്യമടയേണ്ട സാഹചര്യമാണ് അമേരിക്കക്കും ഇസ്രയേലിനും മുന്നിൽ ഉണ്ടായിരിക്കുന്നത്.